41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് ശേഷം തമിഴക വെട്രികഴകം സ്ഥാപകൻ നടൻ വിജയ് ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തു. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാഞ്ചീപുരത്തായിരുന്നു വിജയിയുടെ പരിപാടി. ഇത്തവണ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ കർശന സുരക്ഷ ഒരുക്കിയാണ് വിജയ് പരിപാടി സംഘടിപ്പിച്ചത്. 1500 മുതൽ 2000 പേർക്ക് വരെ QR കോഡുള്ള പാസുകൾ നൽകിയായിരുന്നു പ്രവേശനം. DMK-ക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിജയ് റാലിയിൽ നടത്തിയത്. DMK കൊള്ള നടത്തുകയാണെന്നും നാടകം കളിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും വിജയ് ആരോപിച്ചു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ ജനസമ്പർക്ക പരിപാടികൾ വേഗത്തിലാക്കാൻ TVK ശ്രമിക്കുന്നുണ്ട്. സിനിമയിലെ പോലെ പഞ്ച് ഡയലോഗുകളുമായാണ് കാഞ്ചീപുരത്തും വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. താൻ രാഷ്ട്രീയത്തിൽ വന്നത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ താൻ പോവില്ലെന്നും വിജയ് പറഞ്ഞു. நம்ம அரசியலுக்கு வந்தது உங்களுக்கு நல்லது 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 மட்டுமே செய்யறது தான். எங்களுக்கு வேற எந்த அஜெண்டாவும் கிடையாது. அதனாலதான் பாத்தீங்கன்னா கொள்கை எதிரி யாரு, அரசியல் எதிரி யாருன்னு திட்டவட்டமா சொல்லிட்டு அது வெளியே சொல்லிட்டு களத்துக்கு வந்திருக்கிறோம். அதுல எந்த விதமான குழப்பமோ எந்த விதமான ஊசலாட்டமோ எதுவுமே இருக்க போறதில்ல. இந்த விஜய் சும்மா எதையும் சொல்ல மாட்டான். ஒன்னு சொன்னா அதை செய்யாம விட மாட்டான். ഡിസംബർ 4-ന് സേലത്ത് ഒരു മെഗാ റാലി നടത്താനുള്ള പാർട്ടിയുടെ അഭ്യർത്ഥന മറ്റ് പരിപാടികളുമായുള്ള സമയപ്രശ്നം കാരണം പോലീസ് നിരസിച്ചിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ പുനരാരംഭിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായാണ് കാഞ്ചീപുരത്തെ റാലിയെ കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.